വളരെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 80ാമത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നമുക്കും പങ്കുചേരുവാൻ, നമുക്ക് ദൈവാലയത്തിൻ്റെ അങ്കണത്തിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കരുണ ചെയ്തിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസം ഇത്രയും അനുഗ്രഹപൂർണ്ണമായി ദൈവം സാധ്യമാക്കി തീർത്ത ദൈവക്കായും കാലാവസ്ഥയും മറ്റെല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് അനുകൂലമാക്കി കൃപയോർത്തും ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം ഈ വിധത്തിൽ ഭംഗിപ്പെടുത്തുവാൻ തക്കൊണ്ട് അതിൽ പിന്നാത്ത മാനിച്ചല്ല പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ ബാലജന സംഘടനയിലെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ സോങ് അവർ പ്രാക്ടീസ് ചെയ്ത് ഈ പ്രത്യേക സെറിമണിയിൽ പാടുവാനായിട്ട് ഇടയാറ്റി തീർന്ന് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ യുവജന സംഘടന അംഗങ്ങളുടെ നേതൃത്വത്തിൽ മനോഹരമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു സ്കെച്ച് ദേവാലയാങ്കണത്തിൽ വരച്ച് അത് കളർ ചെയ്ത് വളരെ ഭംഗിയാക്കി ഈ ഒരു നിമിഷങ്ങളെ കൂടുതൽ ധന്യതയുള്ളതാക്കി തീർത്ത് അവരോടുള്ള സന്തോഷം ദൈവനാമത്തിൽ അറിയിക്കട്ടെ. ആലിയ വളരെ മനോഹരമായ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് നമുക്കായിട്ട് നൽകി ആലിയോടുള്ള സന്തോഷം അറിയിക്കട്ടെ. ചർച്ചയും സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അവരുടെയൊക്കെ മേൽനോട്ടവും സാന്നിധ്യവും നേതൃത്വവും ഈ കാര്യങ്ങളെല്ലാം ഭംഗിപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഓരോരുത്തർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഫ്ലാഗ് നമ്മുടെ വലിയ കൊച്ചമ്മയായിട്ട് അങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ഒരു ഫ്ലാഗാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ പിന്നെ ഈ സെറിമണി കഴിഞ്ഞ് നമുക്ക് സ്വീറ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് ശ്രീമതി സുഭദ്ര ഡീക്കനസാണ്. മാധവനോടുള്ള നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കട്ടെ. ഇവിടെ പിന്നെ പിന്നിൽ ആരെങ്കിലും അണിയറയിലായിട്ട് അധ്വാനിച്ച പ്രയത്നിച്ച് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റിയാണ്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ ഒരു പ്രവർത്തനത്തെ വിജയകരമാക്കി തീർക്കുന്നത്. ഈ ഒരു ദിവസത്തെ എല്ലാ നന്മകളും ദൈവനാമത്തിൽ ആശംസിക്കുകയാണ്. ഇത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആഗോള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭാരതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള സഭയുടെ പ്രയാണത്തിൽ രാഷ്ട്ര സേവനത്തിൽ വഹിച്ച പങ്ക് നിസ്തുല്യമായിട്ടുള്ള ഒന്നാണ്. 17ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ രാഷ്ട്രം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിയായിട്ടുള്ള ദാഹത്തിലായിരുന്ന വേളയിൽ അന്ന് മിഷണറിമാരായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നവരും ആ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു. സഭകൾ അതിന് മുന്നിട്ട് നിന്നു. അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരിലൂടെ അതോടൊപ്പം സഭയിലൂടെ സമൂഹത്തിന് കൈവരിച്ചതായിട്ടുള്ള പരിവർത്തനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റുവാനായിട്ട് ഏറെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും സഭ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. സഭയുടെ ശുശ്രൂഷകൾ ഒക്കെ തന്നെ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഉള്ളതായിരുന്നു. പള്ളികൾ സ്ഥാപിച്ചതിനോടൊപ്പം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉച്ച നീചത്വങ്ങൾ ഇതെല്ലാം അകറ്റുവാനായിട്ട് സഭ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. കാൾ ബാത്ത് എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഒരു കൈയിൽ വേദപുസ്തകവും ഒരു കൈയിൽ വർത്തമാന പത്രവും പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നുള്ളതാണ്. ഒരു കൈയിൽ വേദപുസ്തകവും ഒരു കൈയിൽ ന്യൂസ് പേപ്പറും വേണം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നമ്മുടെ ആത്മീയ ശുശ്രൂഷ, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചലനങ്ങളെ മനസ്സിലാക്കി യഥായോഗ്യം ക്രിസ്തീയമായിട്ടുള്ള മാർഗത്തിലൂടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഇടപെടുകയും വേണ്ട നാട്ടിൽ രൂപാന്തരം വരുത്തുവാനായിട്ടുള്ള ചാലക ശക്തിയായിട്ടാണ് സഭയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇനിയും ഈ സമൂഹത്തിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഒരു സഭയായിട്ട് ദേശത്ത് സാക്ഷ്യത്തോടുകൂടെ ദൈവനാമഹത്വത്തിനായിട്ട് ഈ സമൂഹത്തിൻ്റെ തന്നെ രൂപാന്തരത്തിന് വളർച്ചയ്ക്കുമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ദൈവം നമ്മുടെ സഭയും തുടർന്നും സഹായിക്കട്ടെ. ഇവിടെ ആലിയ സന്ദേശത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാക്കിയ, ഒത്തിരി ത്യാഗം സഹിച്ച, ജയിൽവാസം അനുഭവിച്ച, ഏറെ വേദന അനുഭവിച്ച ഒരു വലിയ സമൂഹം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ടുന്ന, അവരുടെ ത്യാഗസന്നദ്ധമായ ജീവിതത്തെ ഓർത്ത് നന്ദി പറയേണ്ടുന്ന ദിവസമാണ് ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ രാഷ്ട്രം കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള സാമ്രാജ്യ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം നമ്മുടെ ഒരു രാഷ്ട്രത്തിന് മേൽ ഭരണം നടത്തിയിരുന്നത്. ഒരു വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നു ക്രമേണ നമ്മുടെ രാഷ്ട്രീയ അധികാരം കൂടെ അവർ കൈയാളാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് അതിൽ നിന്നൊരു വിമോചനം ആവശ്യമായിട്ട് വന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, റെയിൽ ഗതാഗതം, അങ്ങനെയൊക്കെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് നാളുകളിൽ അത് വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ കാരണമായി തീർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബന്ധനം കാഞ്ചനം കൂട്ടില്ലെങ്കിലും അത് ബന്ധനം എന്ന് പറയുന്ന പോലെ സ്വാതന്ത്ര്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ
ബ്യൂറോക്രസി നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തിലെ ഭരണകർത്താക്കൾ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരു 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം മുതൽ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി ആ ഒരു നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം വളരെ ശക്തമായിട്ട് തീർന്നു. അതിനോടൊപ്പം ചേർന്ന് ധാരാളം പേർ അതിൻ്റെ പിന്നിൽ അണിചേർന്നു. സാധാരണ ജനങ്ങൾ അണിചേർന്നു. ഒത്തിരി ത്യാഗസന്നദ്ധമായിട്ട് പ്രവർത്തിച്ച ഒടുവിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് നോൺ വയലൻസിലൂടെ ഒരു തരത്തിലുമുള്ള ഒരു രക്തച്ചൊരിച്ചിൽ കൂടാതെ പലപ്പോഴും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വെടിവയ്പ്പും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ പലർക്കും ജീവനൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും തിരിച്ച് ഒരു പൂർണ്ണമായിട്ടും ഒരു നോൺ വയലൻസിലൂടെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതാണ് ലോകത്തിന് മുഴുവൻ വലിയൊരു പാഠമായിട്ട് മാറിയത്. അങ്ങനെ ത്യാഗസന്നദ്ധമായ ജീവിതത്തിലൂടെ നമുക്ക് ഈ വലിയ സ്വാതന്ത്ര്യം നേടിത്തന്നവരെ ഓർക്കുന്ന ഒരു ദിവസമാണ് സ്വാതന്ത്ര്യദിനം. രണ്ടാമതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇതൊരു വലിയൊരു ആഘോഷമാണ്. തീർച്ചയായിട്ടും മനുഷ്യനിലൂടെ സംഭവിച്ചെങ്കിലും അതിൻ്റെ പിന്നിലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. എല്ലാ വിമോചനം ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ പിന്നിൽ മോശ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അതിനായിട്ട് ആഗ്രഹിച്ചത് ദൈവമാണ്. ആ ജനം അതിനുവേണ്ടി അങ്ങനെ ഒരു വിമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുമ്പേ ദൈവം അതിനുവേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ദൈവമാണ് എല്ലാ ഇടത്തും വിമോചനത്തിൻ്റെ നേതാവ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും വിമോചനത്തിൻ്റെ പിന്നിൽ നമ്മൾ പലരെയും ഓർക്കുമ്പോൾ അവിടെ ദൈവം ആണ് അത്തരത്തിലൊരു ഒരു പ്രവർത്തനത്തിന് ജനത്തെ ഒരുക്കിയത് എന്നുള്ളത് ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണ്ണമായിട്ട് നമ്മൾ വിനിയോഗിക്കുക, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ നിറവേറ്റുക, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഒരു രാഷ്ട്രത്തിലൊരു പൗരൻ എന്നുള്ള നിലയിൽ നിറവേറ്റുവാൻ തക്ക നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മൾ വായിച്ച റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അധികാരസ്ഥർക്ക് ദൈവമാണ് നിയോഗിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാനും അത് പാലിക്കുവാനൊക്കെയുള്ള ഉത്തരവാദിത്വം ഒരു രാഷ്ട്രത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് പല ലോകരാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ അധികം വളരെ സമാധാനമല്ല. പല രാജ്യങ്ങളിലും ജനാധിപത്യം നിലനിൽക്കുന്ന ഇടങ്ങളിൽ പോലും നമ്മളിന്ന് കാണുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രം അനുഭവിക്കുന്ന പോലെയുള്ള സ്വാതന്ത്ര്യം, ഈ അഭിപ്രായ സ്വാതന്ത്ര്യമായത് മതനിരപേക്ഷമായിട്ടുള്ള മതങ്ങൾ വിശ്വാസം പ്രചരിപ്പിക്കാൻ ആരാധനാലയത്തിലുള്ള സ്വാതന്ത്ര്യവും അങ്ങനെ തുടങ്ങി എല്ലാ നിലകളിൽ നമുക്ക് ലഭ്യമായതുപോയിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എല്ലായിടമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദൈവം നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ അവകാശങ്ങൾ കൂടുതൽ അതോടുകൂടെ ശക്തിപ്പെടുകയല്ല, അവകാശങ്ങൾ ശക്തിപ്പെടുന്നതോടൊപ്പം നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക. ഈ ഒരു ദിവസം അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് നമുക്ക് എന്തെല്ലാം തരത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീരുക, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. നമ്മൾ നല്ല റോഡുകളൊക്കെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുവാനായിട്ട് ബാധ്യസ്ഥരാണ്. അതിനായിട്ട് ഈ ഒരു ദിവസം ദൈവം നമുക്ക് ആലോചന നൽകട്ടെ. വന്നു ചേർന്ന് എല്ലാവരും ഓർത്ത് വേണ്ട ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹപൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യദിനം ദൈവനാമത്തിൽ ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് ഇടവകയിലൂടെ നമ്മുടെ രാഷ്ട്രത്തിലൂടെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് പതാക ഉയർത്തൽ വരും.